ഓം ശാന്തി. 30/3/25 പ്രഭാത മുരളി. അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/11/2004 മധുബൻ. ഇപ്പോൾ തൻ്റെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ബ്രഹ്മ ബാബയ്ക്ക് സമാനം അവ്യക്ത രൂപം കാണിക്കൂ. സാക്ഷാത്കാരമൂർത്തി ആകൂ. ഇന്ന് ഭാഗ്യവിധാതാവായ ബാബ തൻ്റെ 4 ഭാഗത്തുമുള്ള ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ കുട്ടികളെ കണ്ട് ഹർഷിതമാകുന്നു. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ഭാഗ്യം ആർക്കും ഉണ്ടാവുക സാധ്യമല്ല. കൽപ്പകൽപ്പങ്ങളിൽ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ഈ ഭാഗ്യത്തിൻ്റെ അധികാരം പ്രാപ്തമാക്കുന്നത്. തൻ്റെ കൽപ്പകൽപ്പങ്ങളിലെ അധികാരത്തിൻ്റെ ഭാഗ്യം ഓർമ്മയുണ്ടോ? ഈ ഭാഗ്യം സർവശ്രേഷ്ഠ ഭാഗ്യമാകുന്നത് എന്തുകൊണ്ട്? കാരണം സ്വയം ഭാഗ്യവിധാതാവാണ് ഈ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ ദിവ്യജന്മം കുട്ടികളായ നിങ്ങൾക്ക് നൽകിയത്. ആരുടെ ജന്മം തന്നെ ഭാഗ്യവിധാതാവിലൂടെയാണോ അതിനേക്കാൾ ശ്രേഷ്ഠ ഭാഗ്യം മറ്റൊന്നുണ്ടാവുക സാധ്യമേ അല്ല. തൻ്റെ ഭാഗ്യത്തിൻ്റെ ലഹരി സ്മൃതിയിൽ നിലനിൽക്കുന്നുണ്ടോ? തൻ്റെ ഭാഗ്യത്തിൻ്റെ ലിസ്റ്റ് എടുക്കൂ. അപ്പോൾ എത്ര വലിയ ലിസ്റ്റാണ്! ബ്രാഹ്മണരായ നിങ്ങളുടെ ഭാഗ്യശാലി ജീവിതത്തിൽ അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. എല്ലാവരുടെയും മനസ്സിൽ തൻ്റെ ഭാഗ്യത്തിൻ്റെ ലിസ്റ്റ് സ്മൃതിയിൽ വന്നുകഴിഞ്ഞു. സ്മൃതിയിൽ കൊണ്ടുവരൂ. സ്മൃതിയിൽ വന്നുവോ? ഹൃദയം എന്ത് ഗീതമാണ് പാടുന്നത്? ആഹാ ഭാഗ്യവിധാത, ആഹാ എൻ്റെ ഭാഗ്യം. ഈ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ വിശേഷത ഇതാണ്: ഒരു ഭഗവാനിലൂടെ 3 സംബന്ധങ്ങളുടെ പ്രാപ്തിയുണ്ട്. ഒന്നിലൂടെ 3 സംബന്ധങ്ങൾ ജീവിതത്തിൽ വിശേഷ സംബന്ധങ്ങളായി പാടപ്പെട്ടിട്ടുള്ള പിതാവ്, ശിക്ഷകൻ, സദ്ഗുരു. ഒന്നിലൂടെ ഈ 3 വിശേഷ സംബന്ധങ്ങളും പ്രാപ്തിയും ആർക്കുമില്ല. താങ്കൾ ലഹരിയോടെ പറയുന്നു, നമ്മുടെ പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. പിതാവിലൂടെ സർവ ഖജനാവുകളുടെയും ഖനികൾ പ്രാപ്തമാണ്. ഖജനാവുകളുടെ ലിസ്റ്റും സ്മൃതിയിൽ വന്നു. സ്മൃതിയിൽ കൊണ്ടുവരൂ. എന്തെല്ലാം ഖജനാവാണ് ബാബയിലൂടെ ലഭിച്ചത്? ലഭിച്ചു കഴിഞ്ഞുവോ അതോ ലഭിക്കണമോ? എന്തു പറയും? ബാലകനും അധികാരിയും തന്നെയാണ്. ശിക്ഷകനിലൂടെ, ശിക്ഷണത്തിലൂടെ ശ്രേഷ്ഠ പദവിയുടെ പ്രാപ്തിയുണ്ടായി. ഏതായാലും നോക്കുകയാണെങ്കിൽ ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠ പദവി രാജ്യ പദവി ആയാണ് പാടപ്പെടുന്നത്. താങ്കളാണെങ്കിൽ ഡബിൾ രാജാക്കന്മാർ ആയിരിക്കുന്നു. വർത്തമാന സ്വരാജ്യ അധികാരിയും ഭാവിയിൽ അനേക ജന്മം രാജ്യപദത്തിൻ്റെ അധികാരിയും. പഠനം ഒരു ജന്മത്തിൻ്റെതാണ്, അതും ചെറിയൊരു ജന്മം. പദവിയുടെ പ്രാപ്തി അനേകം ജന്മത്തേക്ക്. രാജ്യവും അഖണ്ഡവും അചഞ്ചലവും നിർവിഘ്നവുമായ രാജ്യമാണ്. ഇപ്പോഴും സ്വരാജ്യ അധികാരിയും നിശ്ചിന്ത ചക്രവർത്തിയും ആണല്ലോ. നിശ്ചിന്ത ചക്രവർത്തി ആയി കഴിഞ്ഞുവോ? ആരാണോ നിശ്ചിന്തം അവർ കൈ ഉയർത്തു. നിശ്ചിന്തം, അല്പം പോലും ചിന്തയില്ലല്ലോ. നോക്കണം, ഏതെങ്കിലും പപ്പറ്റ് ഷോ പാവകളി മുന്നിൽ വരികയാണെങ്കിൽ പിന്നെ ചിന്ത ഉണ്ടാകുന്നുണ്ടോ? മായയുടെ പപ്പറ്റ് ഷോ മുന്നിൽ വരുന്നുണ്ടോ അതോ ഇല്ലേ? പിന്നെ കുറച്ചൊക്കെ ചിന്ത ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലേ? അല്പം ചിന്തയും ചിന്തനവും നടക്കുന്നുണ്ടോ അതോ നടക്കുന്നില്ലേ? അതേപോലെ ശ്രേഷ്ഠ ഭാഗ്യം ഇപ്പോൾ മുതൽ നിശ്ചിന്ത ചക്രവർത്തി ആക്കി മാറ്റുന്നു. ഈ ഒരൽപ്പം എന്തെല്ലാം കാര്യങ്ങളാണോ വരുന്നത്, അവ ഭാവിയിലേക്ക് കൂടുതൽ അനുഭവിയും പരിപക്വവും ആക്കുന്നവയാണ്. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഈ ഭിന്ന ഭിന്ന കാര്യങ്ങളുടെ അനുഭവി ആയി കഴിഞ്ഞുവല്ലോ.
ഭയപ്പെടുന്നില്ലല്ലോ? സുഖമായി സാക്ഷിയുടെ സീറ്റിലിരുന്ന് ഈ പപ്പറ്റ് ഷോ കാണൂ, കാർട്ടൂൺ ഷോ കാണൂ. ഒന്നും തന്നെയല്ല, കാർട്ടൂണാണ്. ഇപ്പോഴാണെങ്കിൽ ശക്തരായി ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ ശക്തരാണോ? അതോ ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടുന്നുണ്ടോ? ഇത് കടലാസ് കൊണ്ടുള്ള സിംഹമായി വരുന്നു. കടലാസാണ്, എന്നാൽ സിംഹമായി വരുന്നു. ഇപ്പോൾ സമയമനുസരിച്ച് അനുഭവീമൂർത്തി ആയി സമയത്തെയും പ്രകൃതിയെയും മായയെയും ചലഞ്ച് ചെയ്യൂ. വരൂ, നമ്മൾ വിജയിയാണ്. വിജയിയുടെ ചലഞ്ച് ചെയ്യൂ. ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരുന്നു. ഇന്ന് വാദ്യം അല്പം കേടാണ്. കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ടല്ലോ. ബാബ്ദാദയുടെ അടുക്കൽ 2 ഗ്രൂപ്പ് വീണ്ടും വീണ്ടും വരുന്നു. എന്തിനു വേണ്ടി വരുന്നു? 2 ഗ്രൂപ്പും ബാബ്ദാദയോട് പറയുന്നു, നമ്മൾ തയ്യാറാണ്. ഒന്ന്, ഈ സമയം, പ്രകൃതി, മായ. മായ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ രാജ്യം പോകാൻ പോകുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പാണ് അഡ്വാൻസ് പാർട്ടി. 2 ഗ്രൂപ്പും ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഫോറിനിലാണെങ്കിൽ 1 വർഷം മുൻപേ ഡേറ്റ് ഫിക്സ് ചെയ്യാറുണ്ടല്ലോ. ഇവിടെ 6 മാസം മുമ്പേ. ഭാരതത്തിൽ ഫാസ്റ്റായി പോകുന്നു. 15 ദിവസം കൊണ്ടും ചില പ്രോഗ്രാമിൻ്റെ ഡേറ്റ് തയ്യാറാകുന്നു. അപ്പോൾ സമാപ്തിയുടെയും സമ്പന്നതയുടെയും ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെയും ഡേറ്റ് ഏതാണ്? അവർ ബാബ്ദാദയോട് ചോദിക്കുന്നു. ഈ ഡേറ്റ് ഇപ്പോൾ ബ്രാഹ്മണരായ നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. സാധ്യമാണോ? ഡേറ്റ് ഫിക്സ് ആവുക സാധ്യമാണോ? പാണ്ഡവർ പറയൂ. 3 പേരും പറയൂ. ബാബ്ദാദ നിർവേർ ഭായ്, രമേശ് ഭായ്, ബ്രിജ്മോഹൻ ഭായ് എന്നിവരോട് ചോദിക്കുന്നു. ഡേറ്റ് ഫിക്സ് ആവുക സാധ്യമാണോ? പറയൂ. സാധ്യമാണോ? അതോ അപ്രതീക്ഷിതമായാണോ നടക്കേണ്ടത്? ഡ്രാമയിൽ ഫിക്സാണ്, എന്നാൽ അതിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരണമോ അതോ വേണ്ടയോ? അത് എന്താണ്? പറയൂ. നടക്കണമോ? പെട്ടെന്ന് നടക്കുമോ? ഡേറ്റ് ഫിക്സ് ആയില്ലേ? ആകുമോ? ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ, ആകുമോ? ഡ്രാമയെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി മനസ്സിൽ ഡേറ്റിൻ്റെ സങ്കല്പം നടത്തേണ്ടി വരും എന്നാരാണോ പറയുന്നത് അവർ കൈ ഉയർത്തു. ചെയ്യേണ്ടി വരുമോ? ഇവർ ഉയർത്തുന്നില്ല. പെട്ടെന്ന് നടക്കുമോ? ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിക്കുമോ? പിന്നിലുള്ളവർ മനസ്സിലാക്കിയോ? പെട്ടെന്ന് നടക്കണം എന്നത് റൈറ്റാണ്. എന്നാൽ സ്വയം തന്നെ തയ്യാറാക്കുന്നതിനായി ലക്ഷ്യവും തീർച്ചയായും വെക്കേണ്ടി വരും. ലക്ഷ്യമില്ലാതെ സമ്പന്നമാകുന്നതിൽ അലക്ഷ്യം വന്നു പോകുന്നു. താങ്കൾ നോക്കൂ, എപ്പോഴാണോ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ സഫലത ലഭിക്കുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും ഡേറ്റ് ഫിക്സ് ചെയ്യാറുണ്ടല്ലോ. ആവുക തന്നെ വേണം. ഈ സങ്കല്പം ചെയ്യേണ്ടി വരുമല്ലോ. അതോ അല്ല, ഡ്രാമയിൽ സ്വയമേ സംഭവിച്ചുകൊള്ളും എന്നാണോ? എന്ത് മനസ്സിലാക്കുന്നു? ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ. ഡെഹ്റാഡൂണിലെ പ്രേം പറയൂ. ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. ജയന്തി പറയൂ, ചെയ്യേണ്ടി വരും. അതെപ്പോൾ നടക്കും? സമയം വന്നു ചേരുമ്പോൾ അന്തിമത്തിൽ നടക്കും. സമയം സമ്പന്നമാക്കുമോ അതോ താങ്കൾ സമയത്തെ സമീപം കൊണ്ടുവരുമോ? ബാബ്ദാദ ഇത് കണ്ടു. സ്മൃതിയിൽ ജ്ഞാനവുമുണ്ട്, ലഹരിയുമുണ്ട്, നിശ്ചയവുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു അഡിഷൻ ആവശ്യമാണ്. പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും കാണപ്പെടണം. ബുദ്ധിയിൽ എല്ലാ ഓർമ്മയും നിലനിൽക്കുന്നു, സ്മൃതിയിലും വരുന്നു. എന്നാൽ ഇപ്പോൾ സ്വരൂപത്തിൽ വരണം. സാധാരണ രൂപത്തിൽ പോലും അഥവാ ആരെങ്കിലും വലിയ ഓക്കുപേഷനുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ധനികൻ്റെ പുത്രനോ എഡ്യൂക്കേറ്റഡോ ആണെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ കാണപ്പെടും ഇവർ എന്തോ ആണ് എന്ന്. അവരുടെ എന്തെങ്കിലും വ്യത്യസ്തതകൾ കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയും വലിയ ഭാഗ്യവും സമ്പത്തും ഉണ്ട്, പഠനവും പദവിയും ഉണ്ട്.
സ്വരാജ്യമാണെങ്കിൽ ഇപ്പോഴും ഉണ്ടല്ലോ, പ്രാപ്തികളും എല്ലാം ഉണ്ട്. എന്നാൽ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ഭാഗ്യത്തിൻ്റെ നക്ഷത്രം മസ്തകത്തിൽ തിളങ്ങുന്നതായി കാണപ്പെടണം. ഇപ്പോൾ ആ എഡിഷൻ ആവശ്യമാണ്. ഇപ്പോൾ ലോകർക്ക് ശ്രേഷ്ഠ ഭാഗ്യവാന്മാരായ ആത്മാക്കളായ താങ്കളിലൂടെ ഈ അനുഭവം ഉണ്ടാകണം. ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നല്ല, ഉണ്ടാകണം. ഇത് നമ്മുടെ ഇഷ്ടദേവനാണ്, ഇഷ്ടദേവിമാരാണ്, ഇവർ നമ്മുടേതാണ് എന്ന് ബ്രഹ്മബാബയിൽ കണ്ടതുപോലെ സാധാരണ ശരീരത്തിൽ ആയിരുന്നപ്പോഴും ആദിയുടെ സമയത്ത് പോലും ബ്രഹ്മബാബയിൽ എന്താണ് കാണപ്പെടുമായിരുന്നത്? കൃഷ്ണൻ കാണപ്പെടുമായിരുന്നല്ലോ. ആദിയിലുള്ളവർക്ക് അനുഭവമുണ്ടല്ലോ. ഏതുപോലെ ആദിയിൽ ബ്രഹ്മബാബയിലൂടെ കൃഷ്ണൻ കാണപ്പെടുമായിരുന്നോ, അതേപോലെ തന്നെ ലാസ്റ്റിൽ എന്ത് കാണപ്പെടുമായിരുന്നു? അവ്യക്ത രൂപം കാണപ്പെടുമായിരുന്നല്ലോ. പെരുമാറ്റത്തിൽ മുഖത്തിൽ കാണപ്പെടുമായിരുന്നില്ലേ? ഇപ്പോൾ ബാബ്ദാദ വിശേഷിച്ച് നിമിത്തമായ കുട്ടികൾക്ക് ഈ ഹോംവർക്ക് നൽകുകയാണ്. ഇപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനം അവ്യക്ത രൂപം കാണപ്പെടട്ടെ. പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും ഏറ്റവും കുറഞ്ഞത് 108 മാലയിലെ മണികൾ കാണപ്പെടണം. ബാബ്ദാദ പേരല്ല ആഗ്രഹിക്കുന്നത്. ആരാണ് 108-ലുള്ളവർ എന്ന പേര് പറയുന്നില്ല. എന്നാൽ അവരുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും സ്വതവേ തന്നെ പ്രത്യക്ഷമാകണം. ഈ ഹോംവർക്ക് ബാബ്ദാദ നിമിത്തമായ കുട്ടികൾക്ക് വിശേഷിച്ച് നൽകുകയാണ്. സാധ്യമാണോ? ശരി, എത്ര സമയം വേണം? പിന്നീട് വന്നവർ ഇങ്ങനെ വിചാരിക്കരുത്, അതായത് നമ്മൾ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് ചിലർ വിചാരിക്കുന്നു. ടൈമിൻ്റെ കാര്യമില്ല. ആർക്കും ലാസ്റ്റ് സോ ഫാസ്റ്റും ഫാസ്റ്റ് സോ ഫസ്റ്റും പോകാൻ സാധിക്കും. ഇതും ബാബ്ദാദയുടെ ചലഞ്ചാണ്. ചെയ്യാൻ സാധിക്കും, ആർക്കും ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വന്നവർക്ക് പോലും സാധ്യമാണ്. കേവലം ലക്ഷ്യം ഉറപ്പിക്കൂ, ചെയ്യുക തന്നെ വേണം, ഉണ്ടാവുക തന്നെ വേണം. ഡബിൾ ഫോറിനേഴ്സ് കൈ ഉയർത്തു. അപ്പോൾ ഡബിൾ ഫോറിനേഴ്സ് എന്തു ചെയ്യും? ഡബിൾ ചാൻസ് എടുക്കുമല്ലോ. ബാബ്ദാദ പേര് അനൗൺസ് ചെയ്യുകയില്ല, എന്നാൽ അവരുടെ മുഖം പറഞ്ഞു തരും, ഇവരാണ്. ധൈര്യമുണ്ടോ? ആദ്യത്തെ ലൈനിലുള്ളവരെ ബാബ്ദാദ നോക്കുകയാണ്. ധൈര്യമുണ്ടോ? അഥവാ ധൈര്യമുണ്ടെങ്കിൽ കൈ ഉയർത്തൂ. ധൈര്യമുണ്ടെങ്കിൽ പിന്നിലുള്ളവർക്കും ഉയർത്താവുന്നതാണ്. ആര് മുൻകൈ എടുക്കുന്നുവോ അവരാണ് അർജുൻ. ശരി, ബാബ്ദാദ റിസൾട്ട് കാണുന്നതിന് വേണ്ടി എന്തെല്ലാം പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ റിസൾട്ട് കാണുന്നതിനായി 6 മാസം നൽകുകയാണ്. 6 മാസം റിസൾട്ട് നോക്കും, പിന്നെ ഫൈനലാക്കും. ശരിയാണോ? കാരണം ഇപ്പോൾ സമയത്തിൻ്റെ വേഗത തീവ്രമായി പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് കാണുന്നു. രചനയ്ക്കല്ല തീവ്രമായി പോകേണ്ടത്, രചയിതാവാണ് തീവ്രമാകേണ്ടത്. ഇപ്പോൾ അല്പം ഫാസ്റ്റാക്കൂ, ഇപ്പോൾ പറക്കൂ. നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് പാടില്ല, പറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാകണം. ഉത്തരത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല ഉത്തരം നൽകുന്നു. നമ്മൾ തന്നെയാണല്ലോ, മറ്റാരാകുവാനാണ് എന്നെല്ലാം ബാബ്ദാദ സന്തോഷിക്കുന്നു. എന്നാൽ ഇപ്പോൾ ലോകർ അഥവാ ആത്മാക്കൾ ആരെല്ലാമാണോ ഉള്ളത്, അവർ എന്തെങ്കിലും കാണുവാൻ ആഗ്രഹിക്കുന്നു. ബാബ്ദാദയ്ക്ക് ഓർമ്മയുണ്ട്, എപ്പോഴാണോ ആദിയിൽ കുട്ടികളായി നിങ്ങൾ സേവനത്തിന് പോകുമായിരുന്നത്, അപ്പോൾ കുട്ടികളിൽ നിന്നും സാക്ഷാത്കാരം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ സേവനവും സ്വരൂപവും 2 ഭാഗത്തും അറ്റൻഷൻ ആവശ്യമാണ്. അപ്പോൾ എന്താണ് കേട്ടത്? ഇപ്പോൾ സാക്ഷാത്കാരം മൂർത്തിയാകൂ, സാക്ഷാൽ ബ്രഹ്മബാബയാകൂ. ശരി, ഇന്ന് പുതിയ പുതിയ കുട്ടികളും ധാരാളം വന്നിരിക്കുകയാണ്.
തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയിലൂടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദ വിശേഷിച്ച് ഏതെല്ലാം പുതിയ പുതിയ കുട്ടികളാണോ വന്നിരിക്കുന്നത് അവർക്ക് ഓരോരുത്തർക്കും പേര് സഹിതം കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. അതിനോടൊപ്പം വരദാതാവ് വരദാനവും നൽകുകയാണ്. സദാ ബ്രാഹ്മണ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കൂ, പറന്നുകൊണ്ടിരിക്കൂ. ശരി. സേവനത്തിൻ്റെ ടേൺ പഞ്ചാബിൻ്റേതാണ്. പഞ്ചാബിലുള്ളവർ എഴുന്നേൽക്കൂ. വളരെ നല്ലത്. ഈ വിധിയും നന്നായി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓരോ സോണിനും ചാൻസ് ലഭിക്കുന്നു. ഒന്നാമതായി യജ്ഞ സേവനത്തിലൂടെ ഓരോരോ ചുവടിലും കോടി മടങ്ങ് സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. കാരണം മെജോറിറ്റിയും ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും യജ്ഞ സേവനമാണ് എന്ന ഓർമ്മയുണ്ടായിരിക്കും. യജ്ഞ സേവനമാണ് എന്ന ഓർമ്മ വരുന്നതിലൂടെ യജ്ഞരചയിതാവായ ബാബ ഓർമ്മ വരിക തന്നെ ചെയ്യും. അപ്പോൾ സേവനത്തിലും ഏറ്റവും കൂടുതൽ പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കുന്നു. ആരാണോ സത്യമായ പുരുഷാർത്ഥികളായ കുട്ടികൾ അവർക്ക് തൻ്റെ ഓർമ്മയുടെ ചാർട്ടിനെ സഹജവും നിരന്തരവും ആക്കാൻ സാധിക്കും. കാരണം ഇവിടെ ഒന്നാമതായി മഹാരഥികളുടെ കൂട്ടുണ്ട്. കൂട്ടുകെട്ടിൻ്റെ നിറം സഹജമായി പതിയുന്നു. അറ്റൻഷനുണ്ട്. അപ്പോൾ ഈ ലഭിക്കുന്ന 8-10 ദിവസങ്ങളിൽ വളരെ നല്ല പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും. കോമൺ രീതിയിലാണ് സേവ ചെയ്തതെങ്കിൽ ഇത്രയും ലാഭമില്ല. എന്നാൽ ഈ ചാൻസ് ഉണ്ട്. ഒന്ന്, സഹജമായി നിരന്തര യോഗിയാകുന്നതിൻ്റെയും പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിക്കുന്നതിൻ്റെയും വലുതിലും വലിയ പരിവാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കുന്നതിൻ്റെയും. അപ്പോൾ പഞ്ചാബിലുള്ളവർക്ക് ചാൻസ് ലഭിച്ചിരിക്കുകയാണ്. ഓരോ സോണിനും ലഭിക്കുന്നു. എന്നാൽ ലക്ഷ്യം വയ്ക്കൂ. 3ൻ്റെയും നേട്ടമുണ്ടായോ? എത്രത്തോളം പുണ്യത്തിൻ്റെ കണക്ക് ശേഖരിച്ചു? സഹജ ഓർമ്മയുടെ പ്രോഗ്രസ് എത്ര ചെയ്തു? സംഘടനയുടെ അഥവാ പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമീപതയുടെയും എത്ര അനുഭവം ചെയ്തു? തൻ്റെ ഈ 3 കാര്യങ്ങളുടെയും റിസൾട്ട് ഓരോരുത്തരും എടുക്കണം. ഡ്രാമയിൽ ചാൻസ് ലഭിക്കുന്നു. എന്നാൽ ചാൻസ് എടുക്കുന്ന ചാൻസലർ ആകൂ. പഞ്ചാബിലുള്ളവർ സമർത്ഥരാണല്ലോ. ശരി. നല്ല സംഖ്യയും വന്നിരിക്കുകയാണ്. സേവനവും തുറന്ന മനസ്സോടെ ലഭിച്ചു. വരുന്നവരുടെയും നല്ല സംഖ്യ വന്നിട്ടുണ്ട്. നല്ലതാണ്. സംഘടന നല്ലതാണ്. ഇന്ന് 2 വിങ്, ഗ്രാമവികാസ വിങ്ങിൻ്റെയും മഹിളാ വിങ്ങിൻ്റെയും മീറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. മഹിളാ വിങ്ങിലുള്ളവർ എഴുന്നേൽക്കൂ. ഇതിൽ മെജോറിറ്റി ടീച്ചേഴ്സാണോ? ടീച്ചേഴ്സ് കൈ ഉയർത്തൂ. നല്ല ചാൻസാണ്. സേവനം ചെയ്തു. സേവനവും സേവനത്തിനു മുമ്പേ ഫലവും. സംഘടനയുടെയും ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെയും രസം എടുക്കണം. അപ്പോൾ സേവനവും ഫലവും രണ്ടും ലഭിച്ചു. നല്ലതാണ്. ഇപ്പോൾ ഏതെങ്കിലും പുതിയ പ്ലാൻ ഉണ്ടാക്കിയോ? ഏത് തന്നെ ആയാലും മഹിളകളുടെയോ ഏതെങ്കിലും വിങ്ങിൻ്റെയോ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പും വിശേഷിച്ച് പ്രാക്ടിക്കൽ പെരുമാറ്റത്തിലും മുഖത്തിലും ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ശക്തിയുടെയോ കാര്യത്തിൽ മുൻകൈയെടുക്കണം. നമ്മൾ ഈ ഗ്രൂപ്പ്, മഹിളാ ഗ്രൂപ്പ്, ഈ ഗുണത്തെ അഥവാ ശക്തിയെ പ്രാക്ടിക്കലിൽ പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരും. ഇതേപോലെ ഓരോ വിങ്ങിലുള്ളവരും തങ്ങളുടെ ഏതെങ്കിലും വിശേഷ കാര്യം ഫിക്സ് ചെയ്യണം. പിന്നെ പരസ്പരം സർവീസിൻ്റെ റിസൾട്ട് നോട്ടീസ് ചെയ്യാറുണ്ടല്ലോ. അതേപോലെ പരസ്പരം കത്തിടപാടിലൂടെ ആയാലും സംഘടനയിലായാലും ഇതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം താങ്കൾ ചെയ്ത് കാണിക്കണം. മഹിളാ വിങ് ചെയ്ത് കാണിക്കൂ. ശരിയാണല്ലോ. ഓരോ വിങ്ങും തങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാക്കണം. സമയം ഫിക്സ് ചെയ്യണം.
ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും പെർസെൻറ്റേജ് പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം. പിന്നെ പെരുമാറ്റത്തിലും ചിത്രത്തിലും വരണം എന്ന് എന്താണോ ബാബ് ദാദ ആഗ്രഹിക്കുന്നത് അത് വന്നു ചേരും. അപ്പോൾ ഈ പ്ലാൻ ഉണ്ടാക്കി ബാബ് ദാദയ്ക്ക് നൽകണം. ഓരോ വിങ്ങും എന്തു ചെയ്യും? ഇതുപോലെ സേവനത്തിൻ്റെ പ്ലാൻ നോട്ട് ചെയ്യാറുണ്ടല്ലോ, അതേപോലെ ഇത് ചെയ്തു നൽകണം. ശരിയാണല്ലോ, ചെയ്തു നൽകണം. നല്ലത്. ചെറിയ ചെറിയ സംഘടനയ്ക്ക് അതിശയം ചെയ്യാൻ സാധിക്കും. ശരിയാണല്ലോ. ടീച്ചേഴ്സ് എന്ത് മനസ്സിലാക്കുന്നു? ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ പ്ലാൻ ഉണ്ടാക്കണം. ശരി. സേവനത്തിൻ്റെ ആശംസകൾ. ഗ്രാമവികാസ വിങ്ങിലുള്ളവർ എഴുന്നേൽക്കൂ. ഇപ്പോൾ വരെയും ഗ്രാമവികാസത്തിലുള്ളവർ എത്ര ഗ്രാമങ്ങൾ പരിവർത്തനപ്പെടുത്തി? എത്ര ഗ്രാമങ്ങളിൽ ചെയ്തു? മുന്നിലുള്ളവർ പറഞ്ഞു 7 ഗ്രാമങ്ങളിൽ ചെയ്തു. ഒരു ഗ്രാമത്തിൽ 75% വരെ കാര്യങ്ങൾ നടന്നു. ഈ മീറ്റിങ്ങിലും പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുകയാണ്. സമയത്തിൻ്റെ ആഹ്വാനമാണ് സ്വച്ഛ സ്വർണിമ ഗ്രാമ്യ ഭാരതം. ഈ പ്രോജക്റ്റിൻ്റെ കീഴിൽ ഗ്രാമങ്ങളെ ലഹരിമുക്തവും സ്വച്ഛവും ആക്കുന്നതിൻ്റെ സേവനം ചെയ്യും. നല്ലതാണ്. പ്രാക്ടിക്കൽ ആണല്ലോ. ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്താണോ അത് പ്രസിഡൻറ്റിൻ്റെയും പ്രൈം മിനിസ്റ്ററിൻ്റെയും അടുത്ത് പോകുന്നുണ്ടോ? മുന്നിലുള്ളവർ പറഞ്ഞു ഇപ്പോൾ അയച്ചിട്ടില്ല. അയക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണോ ഈ ഗ്രാമങ്ങളിൽ പ്രാക്ടിക്കലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെയും ജോലിയാണ്. എന്നാൽ താങ്കൾ സഹയോഗിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് കണ്ട് നല്ലതായി കണക്കാക്കും. ഇങ്ങനെയുള്ള ഒരു ബുള്ളറ്റിൻ തയ്യാറാക്കൂ. അതിലൂടെ ഗവൺമെൻറ്റിലെ എല്ലാ മുഖ്യ ആൾക്കാർക്കും ആ ബുള്ളറ്റിൻ പോകണം. പുസ്തകം വേണ്ട, മാഗസിൻ വേണ്ട, ഷോർട്ടായി ടോട്ടൽ റിസൾട്ട് എല്ലാ ഭാഗത്തേതും അയക്കേണ്ടത് ആവശ്യമാണ്. നല്ലതാണ്. ആശംസകൾ. ശരി. ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാദ്യം, രഥം, ശാന്തി ആഗ്രഹിക്കുന്നു. ശരി. ബാബ്ദാദയുടെ അടുത്ത് 4 ഭാഗത്തുമുള്ള സേവനത്തിൻ്റെ റിസൾട്ടും വന്നുകൊണ്ടിരിക്കുന്നു. വിശേഷിച്ച് ഇക്കാലത്ത് ഒരു കോണും അവശേഷിക്കരുത്. എല്ലാവർക്കും സന്ദേശം ലഭിക്കണം. ഈ ഏതൊരു പ്ലാനാണോ പ്രാക്ടിക്കലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടും നല്ലതാണ്. ബാബ്ദാദയുടെ അടുക്കൽ ഡബിൾ വിദേശി കുട്ടികളുടെ സമാചാരം ലഭിച്ചു. ആരാണോ മെഗാ പ്രോഗ്രാം ഭാരതത്തിൽ ചെയ്തത് അവരുടെ സമാചാരവും എല്ലാം ലഭിച്ചു. 4 ഭാഗത്തും സേവനത്തിൻ്റെ റിസൾട്ട് സഫലതാപൂർവം വന്നു. അപ്പോൾ കുട്ടികൾ ഏതുപോലെ സേവനത്തിൽ സന്ദേശം നൽകുന്നതിൻ്റെ റിസൾട്ടിൽ സഫലത പ്രാപ്തമാക്കിയോ അതേപോലെ തന്നെ വാണിയിലൂടെ, സമ്പർക്കത്തിലൂടെ, ഒപ്പം തൻ്റെ മുഖത്തിലൂടെ ഫരിസ്ത രൂപത്തിൻ്റെ സാക്ഷാത്കാരം നൽകിക്കൊണ്ടിരിക്കൂ. ശരി. ആരാണോ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തു. ധാരാളം പേരുണ്ട്. നല്ലതാണ്. ടു ലേറ്റിൻ്റെ ബോർഡിന് മുമ്പേ വന്നു കഴിഞ്ഞു. നല്ലതാണ്. ചാൻസ് എടുക്കൂ. അതിശയം ചെയ്തു കാണിക്കൂ. ധൈര്യം വയ്ക്കൂ. ബാബ്ദാദയുടെ സഹായം ഓരോ കുട്ടിയുടെയും കൂടെയുണ്ട്. ശരി. ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സാകാരത്തിൽ മുന്നിലിരിക്കുന്ന കുട്ടികൾക്കും അവരവരുടെ സ്ഥാനങ്ങളിൽ, ദേശങ്ങളിൽ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്ന 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് വളരെയധികം സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുരുഷാർത്ഥത്തിൻ്റെയും ആശംസകൾ നൽകുകയാണ്. എന്നാൽ പുരുഷാർത്ഥത്തിൽ തീവ്ര പുരുഷാർത്ഥിയായി ഇപ്പോൾ ആത്മാക്കളെ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും വിടുവിക്കുന്നതിൻ്റെ ഇനിയും തീവ്ര പുരുഷാർത്ഥം ചെയ്യൂ. ദുഃഖം, അശാന്തി, ഭ്രഷ്ടാചാരം അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ അതിയുടെ അന്തിമം ഉണ്ടാക്കി സർവർക്കും മുക്തിധാമത്തിൻ്റെ സമ്പത്ത് ബാബയിൽ നിന്നും നേടിക്കൊടുക്കൂ. ഇങ്ങനെയുള്ള സദാ ദൃഢസങ്കല്പമുള്ള കുട്ടികൾക്ക് സ്നേഹസ്മരണകൾ. നമസ്തേ. ഓം ശാന്തി. വരദാനം: വിനയത്തിൻ്റെയും അതോറിറ്റിയുടെയും ബാലൻസിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കുന്ന വിശേഷ സേവാധാരിയായി ഭവിക്കട്ടെ. എവിടെ ബാലൻസ് ഉണ്ടോ അവിടെ അതിശയം കാണപ്പെടുന്നു. എപ്പോഴാണോ താങ്കൾ വിനയത്തിൻ്റെയും സത്യതയുടെയും അതോറിറ്റിയുടെ ബാലൻസിലൂടെ ആർക്കും ബാബയുടെ പരിചയം നൽകുന്നത്, അപ്പോൾ അതിശയം കാണപ്പെടും. ഈ രൂപത്തിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കണം. താങ്കളുടെ വാക്കുകൾ സ്പഷ്ടമായിരിക്കണം. അതിൽ സ്നേഹവും ഉണ്ടായിരിക്കണം, വിനയവും മധുരതയും ഉണ്ടായിരിക്കണം, മഹാനതയും സത്യതയും ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രത്യക്ഷത ഉണ്ടാകും. സംസാരിച്ചു കൊണ്ടിരിക്കവേ ഇടയ്ക്കിടയ്ക്ക് അനുഭവം ചെയ്യിച്ചുകൊണ്ടിരിക്കൂ. അതിലൂടെ സ്നേഹത്തിൽ മഗ്നമായിരിക്കുന്ന മൂർത്തിയായി അനുഭവപ്പെടണം. ഇങ്ങനെയുള്ള സ്വരൂപത്തിലൂടെ സേവനം ചെയ്യുന്നവർ തന്നെയാണ് വിശേഷ സേവാധാരി. സ്ലോഗൻ: വേണ്ട സമയത്ത് ഏതെങ്കിലും സാധനം ഇല്ലാതിരുന്നാൽ പോലും സാധനയിൽ വിഘ്നം ഉണ്ടാകരുത്. അവ്യക്ത സൂചന: സത്യതയുടെയും സഭ്യതയുടെയും കൾച്ചർ സ്വായത്തമാക്കൂ. ചിലർ വിചാരിക്കുന്നു, ഒരുപക്ഷെ ക്രോധം ഒരു വികാരമല്ല, ഇത് ശസ്ത്രമാണ്. എന്നാൽ ക്രോധം ജ്ഞാനി ആത്മാവിനെ സംബന്ധിച്ച് മഹാശത്രുവാണ്. കാരണം ക്രോധം അനേകം ആത്മാക്കളുടെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നതിലൂടെ പ്രസിദ്ധമാകുന്നു. ക്രോധത്തെ കാണുമ്പോൾ ബാബയുടെ പേരിൻ്റെ വളരെയധികം അപകീർത്തി ഉണ്ടാകുന്നു. പറയുന്നവർ ഇത് പറയും, ജ്ഞാനി ആത്മാക്കളായ കുട്ടികളെ കണ്ടു എന്ന്. അതിനാൽ ഇതിൻ്റെ അംശത്തെ പോലും സമാപ്തമാക്കി സഭ്യതാപൂർവം പെരുമാറൂ. ഓം ശാന്തി. എൻ്റെ മനസ്സും ബുദ്ധിയും ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വേർപെടുത്തി എൻ്റെ അതിസൂക്ഷ്മ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഉത്സാഹത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ചിറകുകൾ കൊണ്ട് ഞാൻ എൻ്റെ സൂക്ഷ്മ സ്വരൂപത്തിലൂടെ അവ്യക്ത ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നു. ബാബ്ദാദയുമായുള്ള മധുര മിലനത്തിൻ്റെ തീവ്രമായ താൽപര്യത്തിൽ ഒരു സെക്കൻഡിൽ ഞാൻ അവ്യക്തവദനത്തിൽ എത്തിച്ചേരുന്നു. ഞാൻ എന്നെ സ്വയം സൂക്ഷ്മവദനത്തിൽ അനുഭവിക്കുന്നു. ശീതളമായ പെണ്ണിലാവ് പോലെയുള്ള പ്രകാശം നിറഞ്ഞ ഈ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ അസീമമായ സ്നേഹം നിറഞ്ഞ ദൃഷ്ടി എന്നെ തൃപ്ത ആത്മാവാക്കി മാറ്റുന്നു. ഞാൻ
ഭാരരഹിത അവസ്ഥ അനുഭവിക്കുന്നു. ഡബിൾ ലൈറ്റ് സ്ഥിതി അനുഭവിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും പ്രവഹിക്കുന്ന സ്നേഹത്തിൻ്റെ തരംഗങ്ങളിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബാബ്ദാദ തൻ്റെ വരദാനി ഹസ്തങ്ങൾ എൻ്റെ മസ്തകത്തിൽ വച്ച് എനിക്ക് പരമാത്മാ ആശീർവാദങ്ങൾ നൽകുന്നു. പരമാത്മാ വരദാനങ്ങളും ആശീർവാദങ്ങളും പ്രാപ്തമാക്കുന്ന ഞാൻ സ്വയം ഭാഗ്യരത്നമായും ധന്യ ആത്മാവായും അനുഭവിക്കുന്നു. ഈ അവ്യക്ത ഡബിൾ ലൈറ്റ് ഫരിഷ്ത സ്ഥിതിയിലിരുന്നു കൊണ്ട് പരമാത്മാ പാലനയുടെ ശ്രേഷ്ഠ സുഖം ഞാൻ അനുഭവിക്കുന്നു. ഈ സർവശ്രേഷ്ഠ സ്വരൂപത്തിൽ ഞാൻ സാകാരത്തിലേക്ക് അവതരിക്കുന്നു. ഓം ശാന്തി.